നമസ്കാരം. സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് നായികയ്ക്ക് 40 വട്ടം പറയുന്ന സർക്കാരാണ് നമ്മുടേത്. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം സർക്കാരിന്റെ കണ്ണു തുറന്നാൽ തീർക്കാവുന്നതേ ഉള്ളൂ എന്നതാണ് വാസ്തവം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അല്ലെങ്കിൽ തെളിവാണ് ശബരിമല. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമലയിൽ കാണിക്കയായി കിട്ടിയിരിക്കുന്ന തുക 11.65 കോടി രൂപയുടെ നാണയങ്ങളായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഈ തുകയുടെ വലിയൊരു ഭാഗവും സർക്കാരിന് ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. കാരണം ഈ പണം എണ്ണി തിട്ടപ്പെടുത്തിയത് മുഴുവൻ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരായതിനാൽ അവർക്ക് കൂലിയായി നൽകേണ്ടി വരും എന്നതാണ് അതിന്റെ കാരണം. കാണിക്ക എണ്ണാൻ മെഷീൻ ഇല്ലാത്തതിനാലാണ് ഉദ്യോഗസ്ഥർ പണം എണ്ണി തിട്ടപ്പെടുത്തിയത്. എന്ന് വെച്ചാൽ കോടികൾ മുടക്കി ആഡംബര പരിപാടി വെക്കുന്നതിനേക്കാൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിഗണിച്ച് അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചാൽ വലിയൊരു തുക സർക്കാരിലേക്ക് എത്തുമായിരുന്നു. എന്നാൽ സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് അതൊന്നും നടന്നില്ല. എന്ന് വെച്ചാൽ കോടികൾ ക്ഷേത്രത്തിലേക്ക് വഴിപാട് രൂപത്തിലും കാണിക്കയായും എല്ലാം എത്തിയിട്ടുണ്ട് എങ്കിലും നാണയങ്ങൾ എണ്ണാൻ ദേവസ്വം ബോർഡിന് യന്ത്ര സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ഇപ്പോഴും വലിയ പ്രതിസന്ധി തുടരുന്നു എന്ന് ചുരുക്കം. 2017 വരെ ഉപയോഗിച്ചിരുന്ന യന്ത്രം പിന്നീട് തകരാറിലായതോടെയാണ് ശബരിമലയിലെ ഉദ്യോഗസ്ഥർക്ക് പണമെണ്ണൽ ഒരു പ്രശ്നമായി മാറിയത്. നാണയമെണ്ണൽ നീളുന്നത് കോടികളുടെ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. എണ്ണാനെത്തുന്ന ജീവനക്കാർക്ക് യാത്രാ ഭത്തയും അലവൻസും ഉൾപ്പെടെ സർക്കാർ നൽകേണ്ടതുണ്ട്. ഇവർക്ക് പകരം ക്ഷേത്രങ്ങളിൽ താൽക്കാലിക നിയമനം നടത്തേണ്ടതുണ്ട്. സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് എത്തുന്നവർ 435 രൂപ മുതൽ 725 രൂപ വരെയാണ് ഒരു ദിവസം അലവൻസായി വാങ്ങുന്നത്. 19 ദിവസത്തിൽ കൂടുതൽ ഡ്യൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഗ്രേഡ് അനുസരിച്ച് 495 മുതൽ 825 രൂപ വരെ ഇവർക്ക് ലഭിച്ചേക്കും. ഇവർക്കുള്ള ഭക്ഷണവും ചികിത്സാ സംവിധാനവും വൈദ്യുതി ചാർജും നാണയ ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ ലഭിക്കുന്ന പലിശ ഉൾപ്പെടെ ഏകദേശം 2 കോടിയിലധികം രൂപ ചെലവാകുന്നുണ്ട് എന്ന് ചുരുക്കം. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ കടത്തിൽ മുങ്ങാൻ കാരണം സംസ്ഥാന സർക്കാർ തന്നെ ഉണ്ടാക്കുന്ന പിടിപ്പുകേട് കൊണ്ടാണ് എന്ന് പറയേണ്ടി വരും. ഇത്തവണത്തെ മണ്ഡല മകരവിളക്കിന്റെ സമയത്ത് ശബരിമലയിലേക്ക് കാണിക്കയായി ലഭിച്ചിരിക്കുന്നത് ഏകദേശം 11.65 കോടി രൂപയാണ്. ഈ കാണിക്ക എണ്ണൽ ഒരു മെഷീന്റെ സഹായത്തോടെ ആയിരുന്നുവെങ്കിൽ വെറും 3-4 ദിവസത്തിനുള്ളിൽ എണ്ണി തീർക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് അത്. എന്ന് വെച്ചാൽ അതുവഴി സർക്കാരിനും ക്ഷേത്രത്തിനും സാമ്പത്തിക ലാഭം ഉണ്ടാകും എന്ന് ചുരുക്കം. എന്നാൽ അതിന് സർക്കാർ പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട് തന്നെ കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 4-5 ദിവസങ്ങൾ കൊണ്ട് എണ്ണി തീർക്കേണ്ടിയിരുന്ന ഈ കാണിക്ക എണ്ണൽ ഇപ്പോൾ ഏകദേശം 14-15 ദിവസം കൊണ്ടാണ് പൂർത്തീകരിച്ചത്. കഴിഞ്ഞ 5-ന് ആരംഭിച്ച നാണയമെണ്ണൽ 2 ദിവസം മുമ്പാണ് പൂർത്തിയായത്. 400 ദേവസ്വം ജീവനക്കാർ ചേർന്നാണ് പണം എണ്ണി തിട്ടപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ട്. പത്തനംതിട്ട ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ദിലീപ് കുമാർ, ചങ്ങനാശ്ശേരി അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറായ ഈശ്വരൻ നമ്പൂതിരി, MG മധു, അഭിജിത്ത് എന്നിവരടക്കമുള്ള 14 ഉദ്യോഗസ്ഥരാണ് ഇതിന് നേതൃത്വം നൽകിയതെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം മണ്ഡലകാലത്തെ ക്ഷേത്രത്തിൽ നാണയം ഉൾപ്പെടാതെ ആകെ വരുമാനം 357.47 കോടിയായിരുന്നു എന്നും കണക്കുകളുണ്ട്. ഇനി ശ്രീലങ്ക, മലേഷ്യ, സിംഗപ്പൂർ, നേപ്പാൾ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലെ നാണയങ്ങൾ എണ്ണാനുമുണ്ട്. ദേവസ്വം ബോർഡിന്റെ പഴയതും പുതിയതുമായിട്ടുള്ള ഭണ്ഡാരങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുന്ന നാണയങ്ങൾ മാളികപ്പുറം ക്ഷേത്രത്തിന് പിന്നിലെ അന്നദാന മണ്ഡപത്തിൽ എത്തിച്ചാണ് നാണയം എണ്ണുന്നത്. പക്ഷെ അത് മെഷീൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയൊരു ബുദ്ധിമുട്ടായി മാറുകയാണ്. അതുവഴി സർക്കാരിനും ക്ഷേത്രത്തിനും വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടാകുന്നതെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്.